ഹായ് ഗായ്സ്, വെൽക്കം ടു പോണ്ടി ഡയറീസ് പാർട്ട് 2. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓറോവിലിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ മാംഗ്രോവ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഗൂഗിൾ ചേച്ചിനെ ആശ്രയിച്ചാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഗൂഗിൾ ചേച്ചി കുറേ ഊടുവഴികളും അതേപോലെ കുറെ പേരുടെ മുറ്റവും ഒക്കെ കയറ്റി അങ്ങ് കൊണ്ടുപോയി ഞങ്ങളെ. നമ്മുടെ ഓറോവില്ലിൽ നിന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ മാംഗ്രോവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് 3 സൈറ്റ് സീയിങ്സ് ആണ് വരുന്നത്. അതിലൊന്ന് അഫ്കോഴ്സ് നമ്മുടെ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ബോട്ടിങ്ങും കയാക്കിങ്ങും രണ്ടും അവൈലബിൾ ആണ്. അത് കൂടാതെ അഴീക്കമേട് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസും പിന്നെ നമ്മുടെ ഫിഷിംഗ് പോർട്ട്. അതിൽ അഴീക്കൽമേട് നമുക്ക് എൻട്രൻസ് ഉണ്ട്, പക്ഷെ ഫിഷിംഗ് പോർട്ട് നമുക്ക് ദൂരെ നിന്ന് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മള് ഒരു ഫുൾ ബോട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ പെർ ഹെഡ് ആയിട്ടും എടുക്കാം. പക്ഷെ അതിന്റെ റേറ്റും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല, കാരണം അത് നമ്മുടെ കോട്ടയത്തായ സൂരജാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. നമ്മൾ നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അധികം വെയിലില്ല, എന്നാൽ അധികം ഒരു മൂടാപ്പുള്ള ഒരു നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ ലൈഫ് ജാക്കറ്റും കിട്ടി. എല്ലാവരും അതിൻ്റെ എല്ലാം ഒരാള് കുട്ടിയൊന്ന് ലൈഫ് ജാക്കറ്റ് കൊടുത്ത് ഇടുന്നുണ്ട്. പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിക്കരയിലെ മത്സ്യകന്യകമാരുടെ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി. ഇതാണ് നമ്മുടെ ഫിഷ് പോട്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഇത് നമ്മുടെ ബാക്ക് വാട്ടേഴ്സിൻ്റെയും സീൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിന്റും കൂടെയാണ്. നമ്മൾ മാംഗ്രോവ് ഫോറസ്റ്റിൽ കൂടെയാണ് ഇനി പോകാൻ പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ചുറ്റും നല്ല പച്ചപ്പും അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ
വെള്ളത്തിൻ്റെ നാഴികളും എല്ലാം നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ അങ്ങെടുത്ത് പോകുന്നുണ്ടായിരുന്നു. മാംഗ്രൂവ് ഫോറസ്റ്റ് അഥവാ കണ്ടൽ കാടുകൾ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വൈൽഡ് ലൈഫ് ഡൈവേഴ്സിറ്റി തന്നെ ഇവർ തരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ മണ്ണിടിച്ചിലിനെ ഒക്കെ പിടിച്ചു നിർത്തുന്ന ഒരു നാച്ചുറൽ ബാരിയറുമാണ്. അവരെ പിടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കൂടാതെ നമ്മൾ ഈ വന്നേക്കുന്ന മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ സൺറൈസും സൺസെറ്റും ആണ് ഭയങ്കര ഫേമസ്. അതുപോലെ ലെസ് ക്രൗഡഡ് ആണ്. അരക്കുപ്പം എന്നാണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര്. ഇത് കൂടാതെ നമുക്ക് പോണ്ടിച്ചേരിയിൽ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റും കൊണ്ടുണ്ട്, പിച്ചവാരം. അത് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ക്രൗഡഡ് ആണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പോകുന്നത് അരിക്കമേടിലേക്കാണ്. അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ഫോമർ ഇൻഡോ റോമൻ ട്രേഡിംഗ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് 500 years ഓൾഡ്. അതും 3rd century BC-യിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. സോ മാംഗ്രൂവ് ഫോറസ്റ്റ്, അരിക്കമേട്, അതേപോലെ നമ്മുടെ ഫിഷിംഗ് ബോട്ട്, ഇത് മൂന്നും ആ ബോട്ട് പാക്കേജിന്റെ കൂടെ തന്നെ നമുക്ക് വരുന്നതാണ്. അരിക്കമേടിൽ നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നിക് ഓഫ് ഗ്ലാസ് ബീഡ് മേക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മദർ ഓഫ് ഓൾ ബീഡ് സെന്റേഴ്സ് എന്നും ഒരു പേരും ഉണ്ട്. ഇതൊരു ഇൻഡോ റോമൻ ട്രേഡിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയത് തന്നെ അതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസസ് വെച്ചിട്ടാണ്. ലൈക്ക് അവര് ഓരോ കിട്ടിയ ആർട്ടിഫാക്ട്സ് ഉണ്ട്. റോമൻ ഗ്ലാസ്, ബീഡ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇത് ബാക്കിയുള്ള ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല എന്ന് തന്നെ ഫീൽ ചെയ്യും. കാരണം ഇതിന് പ്രോപ്പർ മെയിൻ്റനൻസും കെയറിങ്ങും ഒന്നും കൊടുക്കാത്ത കാരണം ബിൽഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് പൊളിഞ്ഞ് തന്നെ കിടക്കുവാണ്. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രെയിംസ് ബാക്കി നിൽക്കുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എല്ലാ സൈറ്റുകളും കവർ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം ഫസ്റ്റ് ടൈമാണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിനുള്ളിലുള്ള എക്സ്പീരിയൻസും എല്ലാം. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ്റെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.